ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോണത് കൊച്ചരീക്കൽ കേവും അതേപോലെ അരീക്കൽ വാട്ടർഫാൾസുമാണ്. എറണാകുളം ജില്ലയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ ടൈം എടുത്തുകൊണ്ട് ഈസി ആയിട്ട് വന്ന് അടിച്ച് പൊളിച്ച് പോകാൻ പറ്റുന്ന 2 ലൊക്കേഷനാണ്. രണ്ടും കൂടെ കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു വളരെ കുറച്ച് സമയം ആവശ്യം വരുള്ളൂ. സോ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് 2 സ്ഥലം കവർ ചെയ്തിട്ട് അടിപൊളിയായിട്ട് വരാം. നമ്മൾ ആദ്യം പോണത് കൊച്ചരീക്കൽ കേവിലോട്ടാണ്. അവിടെ നല്ലൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇറങ്ങി കുളിക്കാനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അത് കഴിഞ്ഞ് വാട്ടർഫാളിലോട്ട് പോകും. സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമ്മൾ പിറവം ടു മൂവാറ്റുപുഴ റൂട്ടിന് പോകുമ്പോൾ ഇതുപോലൊരു ഡൈവേഷൻ ഉണ്ട് കേട്ടോ. കൊച്ചരീക്കൽ ഗുഹ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ എക്സാക്റ്റ് ലൊക്കേഷൻ ഉണ്ട്, അത് നോക്കിയിട്ട് വന്നാൽ മതി. നമ്മളങ്ങനെ പാർക്കിങ്ങിലെത്തിയിട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് സൺഡേ ആയിട്ട്. വണ്ടിയൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ട് നടക്കണം. സോ പോയി നോക്കിയിട്ട് വരാം. ഇവിടെ പാർക്കിങ്ങിൽ തന്നെ ഡ്രസ്സ് മാറാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതേപോലെ ഒരു ചായക്കട ഒന്നുമല്ലേ, പെട്ടിപ്പീടിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. സോ നമുക്കിനി നടന്നിട്ട് വരാം. ഈ താഴെ കാണുന്ന വഴിയാണ് കേട്ടോ പോകേണ്ടത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ആൾക്കാരുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. സോ കുഞ്ഞൊരു സ്പോട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല വൈബുള്ള ഒരു സ്ഥലമാണ്. ഒരു ചെറിയൊരു ഗുഹയും നല്ലൊരു കിടിലൻ കുളവും. സോ കുളത്തിലൊക്കെ കുളിച്ച് ആസ്വദിച്ച് മുകളിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റും. ഇതാണ് ഗുഹൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവം. ഇങ്ങോട്ടേക്ക് അധികം ആൾക്കാർ കയറാറില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. വലിയ കുണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുളമാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാനൊന്ന് ചാടി കുളിച്ചിട്ട് വരാം. സോ അങ്ങനെ അവിടെ നിന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നേരെ അരീക്കൽ വാട്ടർഫാൾസിൽ പോകാം. ഇവിടെ വേറെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കുഞ്ഞൊരു സ്പോട്ട്, ജസ്റ്റ് ഒരു ഈവനിങ് ഒക്കെ വരിക. കുളിക്കാനാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അല്ലാതെ ഗുഹ എന്ന് പറയാനാണെന്നുണ്ടെങ്കിലും പൊത്തിപ്പിടിച്ച് കയറിയാൽ മാത്രമാണ് ഒരു ചെറിയ സ്പേസ് ഗുഹ. അത് ആ ഒരു വലിയ മരത്തിൻ്റെ വേരിൻ്റെ അടിയിലായിട്ടാണ്. നൈസാണ്, കയറി കാണാനൊക്കെ നൈസാണ്. എല്ലാവർക്കും പറ്റില്ല, ഫാമിലീസിനൊന്നും കയറി കാണാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് പോകാൻ പറ്റുന്നവർക്കൊക്കെ, ഈ അടുത്തുള്ള ഡിസ്റ്റൻസിലുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് വരാം. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ അരീക്കൽ വാട്ടർഫാൾസിൽ വന്നു കേട്ടോ. ഇനി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് താഴെ പോകണം. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുത്ത് താഴെ പോയിട്ട് നമുക്ക് വാട്ടർഫാളൊക്കെ കണ്ടിട്ട് വരാം. സോ 40 രൂപയ്ക്ക് 2 ടിക്കറ്റ് കൊടുത്ത് ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് താഴെ പോവാണ്. അങ്ങനെ വെള്ളച്ചാട്ടം എത്തിയിട്ടോ. അധികമൊന്നും നടക്കാനില്ല, കുറച്ച് കുത്തനെയുള്ള കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് മേളിൽ നിന്ന് ശരിക്കും ഒരു കനാലിൽ വന്നിട്ട് ഇതുപോലെ കുത്തനെ ചാടുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും അടിപൊളിയായിട്ടൊരു വാട്ടർഫാൾ ഉണ്ടാവുന്നത്.
നമ്മളങ്ങനെ അവിടെ ഒരു 2 മണിക്കൂറിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഫുൾ കുളിച്ച് ആർമാദിച്ചിട്ട് തിരിച്ചു പോകട്ടോ. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം. ഒരു രക്ഷയില്ല. കാരണം ഫാമിലി ആയിട്ടൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് വന്നിട്ട് കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലം. എല്ലാവരും വരണം, എല്ലാവരും കാരണം. ഇതുപോലെ കാണുന്നൊരു കനാലാണ് കേട്ടോ. ഇത്രയും മനോഹരമായിട്ട് ഇതിനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളച്ചാട്ടമാവണത്. എന്തൊരു രസമല്ലേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക.